നമുക്ക് ദൈവവചനത്തിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാലോ. ദൈവവചനത്തെ കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം എന്നാണ് പറയുന്നത്. അപ്പോ അവർ ഫൗണ്ടേഷൻ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന് വിൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ സിറ്റുവേഷൻ ഓഫ് ഡെന്നി, എന്താണ്, വാട്ട് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്, വാട്ട് ഇസ് ദ തിങ് അഹെഡ്, വാട്ട് ഇസ് ഹിസ് പ്രസന്റ് സ്റ്റേറ്റ്. ഈ കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നോക്കാം. മത്തായി 5:18 പറയുന്നു, ദൈവവചനത്തിലുള്ള ഒരു വാക്ക് പോലും, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ഈ വചനത്തിൽ നിന്ന് ഒരു വാക്ക് പോലും വള്ളിയോ പുള്ളിയോ വിട്ടു മാറുകയില്ലെന്ന് കാണുന്നു. First, let us look at 1 Thessalonians 4:13. But I would not want you to be ignorant. ഞാൻ മലയാളത്തിൽ വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോ ഒന്നാമത്തെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, പ്രത്യാശയില്ലാത്ത പലരും ദുഃഖിക്കുന്നുണ്ട്. അതായത് തങ്ങളുടെ ലൗഡ് വൺസ് ആയിട്ടുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തെ അവർ ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ദുഃഖിക്കാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, നമുക്ക് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, ദാറ്റ് ഇസ് വൈ വി ഹാവ് ദാറ്റ് നോളജ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ് അബൌട്ട് ദോസ് ഹു ഹാവ് ഡിപ്പാർട്ടഡ് ഫ്രം അവർ മിഡ്സ്റ്റ്. അതാണ് നമ്മളെ, ദാറ്റ് ഇസ് വൈ വി ആർ നോട്ട് അണ്ടർ സോറോ. അപ്പം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇവിടെ 1 Thessalonians 13 കഴിഞ്ഞിട്ട് 14-15 പറയുന്നുണ്ട്, ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെന്നിയുടെ ലൈഫിൽ നോക്കാം. ഫ്രം ദ വേർഡ് ഡിഡ് ഹി ഫുൾഫിൽ സം ഓഫ് ദ റിക്വയർമെന്റ്സ് ടു സേ ദാറ്റ് ഹി വാസ് ഇൻ ക്രൈസ്റ്റ്. നമുക്ക് ആദ്യം യോഹന്നാൻ 11:25 യേശു പറയുന്നുണ്ട്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈ വചനത്തിൽ പറയുന്നത് മാർത്തയോട് യേശു പറയാണ്, അതായത് യേശു പുനരുത്ഥാനവും ജീവനും ആയതുകൊണ്ട് കർത്താവിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ മരിച്ചാലും അവൻ അത് കഴിഞ്ഞിട്ട് ഒരു ജീവിതമുണ്ട്, അവൻ ജീവിക്കും. ഓക്കെ, അപ്പം ഡെന്നി കർത്താവിൽ വിശ്വാസം അർപ്പിച്ച ഒരാളാണെങ്കിൽ, അങ്ങനെ വിശ്വസിച്ച ഒരാളാണെങ്കിൽ അവന് ഇനി ഒരു ജീവിതമുണ്ട്. ഓക്കെ, റോമൻസ് 10:9 പറയുന്നുണ്ട്, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇത് ഡെന്നിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ ഹി ഹാസ് ഗോൺ ത്രൂ ദിസ് എക്സ്പീരിയൻസ്. മർക്കോസ് 16:16 പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഡെന്നി ഈ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ളതാണ്. അപ്പോൾ ദൈവവചനത്തിലുള്ള റിക്വയർമെന്റ്സ് നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെന്നി ആ അവസ്ഥകളിലൂടെ പോയിട്ടുള്ളതാണ്. But from the word of God we can say that he has met the requirements. Okay, അപ്പം കർത്താവിനെ, അപ്പൊ നമ്മൾ നേരത്തെ വായിച്ചു John 11:25, അതായത് the one who believes in me will live even though they die. So അപ്പൊ ആ ഒരു പ്രത്യാശ കൊണ്ടാണ് നമ്മൾക്ക് മറ്റുള്ളവരെ പോലെ നമ്മൾ നിരാശയിലാകാത്തത്. റോമാലേഖനം 6-ാം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. അതിന്റെ 5th വേഴ്സ് പറയുന്നതാണ്, ഫോർ ഇഫ് വി ഹാവ് യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ എ ഡെത്ത് ലൈക്ക് ഹിസ്, വി വിൽ സർട്ടൻലി ഓൾസോ ബി യുണൈറ്റഡ് വിത്ത് ഹിം ഇൻ എ റിസറക്ഷൻ ലൈക്ക് ഹിസ്. എന്റെ മലയാളം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവന്റെ മരണത്തോട് ഏകീഭവിച്ചു എങ്കിൽ അവന്റെ പുനരുത്ഥാനത്തോട് നമ്മൾ ഏകീഭവിക്കും. അപ്പോൾ ഡെന്നി ഹാസ് ഗോൺ ത്രൂ ദ ബാപ്റ്റിസം ഇൻ വിച്ച് ഹി വാസ് ലൈക്കൻഡ് അൺടു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനമേറ്റെങ്കിൽ അവൻ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിനും പങ്കാളിയാകും. 2 കൊരിന്ത്യർ അടുത്ത വാക്യം, 2 കൊരിന്ത്യർ 5:6, therefore we are always confident knowing that, ആകയാൽ ഞങ്ങൾ എപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളാകുന്നു എന്ന് നമ്മൾ അറിയുന്നു. അതായത് ഇവിടെ നമ്മളൊരു വാക്യം കാണുന്ന എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്നാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് അതിന്റെ ഇംഗ്ലീഷിൽ, വെൻ വി ആർ ഹോം ഇൻ ദ ബോഡി വി ആർ ആബ്സെന്റ് ഫ്രം ദ ലോർഡ്. അതായത് നമുക്ക് കർത്താവിന്റെ പ്രസൻസ് കുറച്ചൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ വി ആർ നോട്ട് ഇൻ പെർഫെക്റ്റ് കമ്മ്യൂണിയൻ വിത്ത് ഹിം. വി ആർ ഓൾമോസ്റ്റ് ലൈക്ക് അസ് ഇഫ് വി ആർ ആബ്സെന്റ് ഫ്രം ദ ലോർഡ്. പക്ഷെ അതിന്റെ അടുത്ത വാക്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇഫ് ഐ ആം എവേ ഫ്രം ദ ബോഡി ഐ ആം ഹോം വിത്ത് ദ ലോർഡ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് കർത്താവിന്റെ നമ്മൾ ആബ്സെന്റ്, then we are absent from the body, we are at home with the Lord. അപ്പം ഇപ്പോൾ ഡെന്നിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഡെന്നി is with
ദ ലോർഡ്. അപ്പൊ കർത്താവുമായിട്ട് അവൻ യുണൈറ്റഡ് ആയി. അപ്പം ഹി ഈസ് വിത്ത് ദ ലോർഡ് റൈറ്റ് നൗ. ഇനി അടുത്ത ലാസ്റ്റ് ഒരു വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കുടുംബത്തിൽ നിന്നുള്ള ഓരോരുത്തരെ ഞാൻ സംസാരിക്കാൻ വേണ്ടി വിളിക്കും. ഫിലിപ്പിയൻസ് വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. ടു ബി ഡിപ്പാർട്ടഡ് ആൻഡ് ടു ബി വിത്ത് ദ ലോർഡ് ഇസ് ഫാർ ബെറ്റർ. സോ ഡെന്നി ഇസ് ഇൻ എ ഫാർ ബെറ്റർ പൊസിഷൻ. അപ്പൊ നമ്മള് മാനുഷികമായിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വേദനയുണ്ട്, അവൻ നമ്മുടെ അടുത്തില്ല. ഫിസിക്കലി, അതായത് നമുക്ക് നേരത്തെ കർത്താവിനോട് എങ്ങനെയാണോ ആ അവസ്ഥയിലാണ് നമുക്കിപ്പോ ഡെന്നി. അതായത് ഹി ഈസ് ആബ്സെന്റ് വിത്ത് അസ് ഫിസിക്കലി, ദോ ഹിസ് മെമ്മറീസ് ആർ വിത്ത് അസ്. പക്ഷെ അതുപോലെ ആയിരുന്നു കർത്താവ് നമുക്ക് നേരത്തെ. പക്ഷെ ഇപ്പോൾ ഹീസ് വിത്ത് ദ ലോർഡ്, ഹീസ് പ്രസന്റ് വിത്ത് ദ ലോർഡ്. അപ്പോ ദിസ് ഇസ് ഫാർ ബെറ്റർ. ദാറ്റ് ഇസ് വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് സേസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് ഡെന്നിയുടെ അവസ്ഥയെ കുറിച്ച് നമ്മളിപ്പോൾ കേട്ടു. ഇതാണ് ദിസ് ഇസ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ബ്ലെസ്ഡ് സ്റ്റേറ്റ്, ആൻഡ് ദാറ്റ് ഇസ് എ ഹോപ്പ് ദാറ്റ് വി ഹാവ്. ഇനിയും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റിലുള്ള ബിലീവേഴ്സ്, have they got their body? ഇപ്പം 1 Corinthians 15 ചാപ്റ്ററിൽ ഫുള്ള് പറയുന്നത് റിസറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. The entire chapter is about resurrection. 1 Corinthians chapter 15. But then റിസറക്ഷന്റെ അകത്ത് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് നമ്മുടെ ബോഡിയുടെ റിസറക്ഷൻ. ഓക്കെ, നമ്മുടെ സ്പിരിറ്റ് ഇസ് ഇറ്റേണൽ, ഇസ് ഓൾറെഡി അലൈവ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ, ഓൾഡ് ടെസ്റ്റ്മെന്റ് ബിലീവേഴ്സ്, what do you think as per the word of God? Have they got their renewed body like Jesus? What do you think? So Hebrews 11:39. Okay, so Hebrews 11 is about fully about വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് ഹീബ്രൂസ് 11 പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പം വേഴ്സ് 17 എബ്രഹാം, വേഴ്സ് 21 എബ്രഹാം, ഐസക്, ജേക്കബ്, വേഴ്സ് 21 ജോസഫ്, മോസസ്, രാഹാബ്, ഗിദെയോൻ, ബാരാക്ക്, സാംസൺ, ഡേവിഡ്, സാമുവൽ, പ്രോഫറ്റ്സ്, ഇവരെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഫൈനലി റൈറ്റർ ഓഫ് ഹീബ്രൂസ് സേസ് ഇൻ വേഴ്സ് നമ്പർ 39, ആൻഡ് ദീസ് ഓൾ ഹാവിംഗ് ഒബ്റ്റെയിൻഡ് എ ഗുഡ് റിപ്പോർട്ട്. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലായില്ല. പ്രശ്നം ഇതായിരുന്നു, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള ബിലീവേഴ്സ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരെവിടെയാണ്? ഉദാഹരണത്തിന് നമുക്കറിയാം, യേശു ഒരു പാരബിൾ പറഞ്ഞപ്പോഴത്തേക്കും അബ്രഹാമിന്റെ മടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ലാസറും ധനവാന്റെയും കഥ പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ലാസർ മരിച്ചു, ധനവാനും മരിച്ചു. ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ടഫാ ഈ ക്രൗഡിന്. അങ്ങനെ നീ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പം ഓക്കെ, ഐ ആം കമ്മിങ് ടു ദി ആൻസർ. അപ്പൊ അതാണ് ഞാൻ ഈ ഭാഗത്ത് വായിച്ചത്. അതായത് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കണ്ടേക്കുന്ന ഈ ആൾക്കാരെല്ലാവരും വിശ്വാസ വീരന്മാരാണെങ്കിൽ പോലും വാട്ട് ഹീബ്രൂ 11:39 says is that അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചിട്ടില്ല. അതായത് ഇവർക്ക് they got a good report that they were all having great faith, but still they have not received the promise. What is this promise that they are speaking about? ഈ promise എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ പറയുന്നത്, man is a tripartite being. നമ്മൾ we are a spirit, we are having a soul, we are having a body. അതിന് വാക്യമുണ്ട്, 1 Thessalonians അത് നമ്മൾ കാണുന്നത്. അതായത് may your whole spirit, soul and body be നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും ദൈവത്തിന്റെ in his revelation will they all be preserved എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ശരീരത്തിന്റെ വിടുതലും ഉണ്ട്, ആത്മാവിന്റെ വിടുതൽ നടന്നു. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, that is past, നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. നമ്മുടെ ദേഹി, അതായത് soul is getting renewed, it is being saved, and our body is going to be saved in the future. Okay, അപ്പോ ഈ നമ്മളുടെ ശരീരം വീണ്ടെടുക്കുന്ന സമയത്തെ ആരുടെ സംഭവിക്കുകയുള്ളൂ? ഇവർക്കും വാഗ്ദത്തത്തിന്റെ
നിവൃത്തി, അതായത് അവരുടെ ബോഡിയുടെ റിസറക്ഷൻ ബോഡി അവർക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോ ദാറ്റ് മീൻസ് ഈവൻ ദോ ഇവരെല്ലാവരും വിശ്വാസവീരന്മാരായിരുന്നെങ്കിൽ പോലും only when we receive a new body will they also receive a new body. Okay, അപ്പം അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് every man in his own order, Christ the first fruits, afterwards they that are in Christ at his coming. അപ്പൊ കർത്താവിന്റെ രണ്ടാം വരവിൽ മാത്രമേ ആ ഒരു ഓർഡറിൽ, അപ്പൊ ക്രൈസ്റ്റ് got his body which is a resurrected body as a first fruit, and when we get it, that is when the Old Testament saints also will get it. I'll go to the last segment, which is actually 1 Corinthians chapter 15. Okay, 1 Corinthians chapter 15. Adinte nammal we are going to learn that word. 15:12. Now if Christ be preached, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? ഓക്കെ, അപ്പം ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ ആദ്യം പറയാം. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തില് പൗലോസ് ഇത് പറയുന്ന സമയത്ത് ചിലര് പറയുന്നുണ്ടായിരുന്നു there is no resurrection. ഓക്കെ, അപ്പം അന്നത്തെ പരീശന്മാരും ശാസ്ത്രിമാരും അവരുടെ ഇടയിൽ there were two groups. One was called Pharisees. The other group was called സദൂക്യന്മാർ. ഫരിസ്യന്മാരും സദൂക്യന്മാരും, ഈ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത്. അതില് the Pharisees believed in resurrection, whereas the Sadducees didn't believe in resurrection. Okay, അപ്പോഴത്തേക്കും അങ്ങനെ ആ ഒരു ചിന്താഗതി ഉണ്ടായിരുന്ന ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സദൂക്യന്മാർ ഒരിക്കൽ കർത്താവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്, അവൾ ആദ്യം ഒരാളെ കല്യാണം കഴിച്ചു, അതിനുശേഷം അവന് അങ്ങനെ then that person died, and then he is going, finally they are 7 പേരെ ആ സ്ത്രീ മാരി ചെയ്തു. അപ്പോ in resurrection whose wife will that person be എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് കർത്താവ് പറയുന്ന നോട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ you are asking this question because you don't know what happens in the resurrection. In resurrection they will be like the angels എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെയും കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഇത് എഴുതുമ്പോഴത്തേക്കും ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് കൊരിന്ത്യ സഭയിൽ ചിലർ പറഞ്ഞു. ഓക്കെ, so Paul is now going to try to explain the entire aspect. അപ്പോ 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ് റിസറക്ഷനെ കുറിച്ചുള്ള, ഇറ്റ് ഇസ് ദ കോർണർസ്റ്റോൺ ഓഫ് ദ വേർഡ്. സോ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, അപ്പൊ ഞാനത് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 2000 years back, if Christ had not risen, this faith would not have been what we see now. കർത്താവിന്റെ കല്ലറ അടഞ്ഞു കിടന്നിരുന്നെങ്കിൽ this faith would not have been there. The reason of our faith and of our eternal hope is the resurrection of Jesus Christ. അതാണ് നമ്മളുടെ കോർണർസ്റ്റോൺ. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. അപ്പൊ ഹീസ് ട്രൈങ് ദി അതർ ആർഗ്യുമെന്റ്, അതായത് അപ്പൊ ഹീസ് ട്രൈങ് ടു സേ ദാറ്റ് ദൈവത്തെ മരിച്ചവർ ഉയർക്കുന്നു എന്നാണ് ഹീസ് ട്രൈങ് ടു എംഫസൈസ് ഇറ്റ് ബൈ സേയിങ് ദി അതർ വേ, ബൈ സേയിങ് ദ നെഗറ്റീവ് ഓഫ് ഇറ്റ്. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിൽ ഇരിക്കുന്നു. ബട്ട് വാട്ട് ഇസ് ദ റിയാലിറ്റി? ക്രിസ്തു ഉയർത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങളും ഉയർക്കും. ഓക്കെ, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. ഹീസ് ട്രൈങ് ദി നെഗറ്റീവ് ആർഗ്യുമെന്റ്. ഓക്കെ, നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇഫ് വി have hope
only in this life we are the most miserable of all people. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ക്രൈസ്റ്റ് ഇസ് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഫ്രം എമംഗ് ദോസ് who are dead. Okay, അപ്പം ക്രൈസ്റ്റ് ഇസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്, ലാസ്റ്റ് ഫ്രൂട്ട്, വി ആർ ദ ലാസ്റ്റ് ഫ്രൂട്ട്. ഓക്കെ, ആൻഡ് നമ്മൾക്ക് ആ ശരീരം ലഭിക്കുമ്പോഴാണ് the rest of the Old Testament saints also will receive the final the salvation of their bodies. Okay, മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. സോ ഹിയർ വാട്ട് വി ആർ സീയിങ് ഇസ്, കർത്താവിന്റെ രണ്ടാം വരവിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നവർ, അതാണ് നമ്മൾ തെസ്സലോനിയ ലേഖനത്തിൽ കാണുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ ആകാശ വിധാനത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോ പിന്നീട് സോ ദിസ് ഫസ്റ്റ് ഫ്രൂട്ട് ഇസ് ക്രൈസ്റ്റ്, ആദ്യ ഫലം ക്രിസ്തു. ബട്ട് വെൻ ഇസ് ദി സെക്കൻഡ് ഫ്രൂട്ട് ഹാപ്പനിങ്? ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ. In the second coming of Christ is when we become the second fruit, and along with us getting the new body, all the rest of the Old Testament saints will also get the new bodies. പിന്നെ അവസാനം അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളുടെയും കീഴാക്കോളം വാഴേണ്ടാകുന്നു. ഇനിയും ഞാൻ നെക്സ്റ്റ് ഒരു ഭാഗമുണ്ട്, അതിലോട്ട് നമുക്ക് പോകാം. അതെന്ന് പറയുന്നത് അല്ല, ഈ സെയിൻസ് എന്ന് പറയുമ്പം ആരാണ് എക്സാക്ട്ലി? ബിക്കോസ് one of the questions that everyone is like pondering about is because Denny did not lead an ideal life. So what is the assurance that Denny is with the Lord? Can you paraphrase on that a bit? Okay. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ പോലും ഇല്ല. അപ്പം ഗോഡ് വെൻ ഹി കമ്പയർസ് കർത്താവിന്റെ ഹോളിനെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, കർത്താവിന്റെ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, ദീസ് ആർ ടു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലെവൽസ്. ആകാശവും ഭൂമിയും ഇരിക്കുന്ന പോലെയാണ് കർത്താവിന്റെ ലെവലും കർത്താവ് ഉദ്ദേശിക്കുന്നതും നമ്മളും. അപ്പം മനുഷ്യന്റെ ഇപ്പൊ ഉദാഹരണത്തിന് ലെറ്റ് മീ ഗിവ് യു എ ഇലസ്ട്രേഷൻ. ഇപ്പൊ ആകാശവും ഭൂമിയും തമ്മിൽ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എന്റെ വിധങ്ങൾ നിങ്ങളുടെ വിധങ്ങളെക്കാളും വലുതായിരിക്കുന്നു എന്ന് ഐസയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇഫ് യു ആർ കമ്പയറിംഗ് ഗോഡ്സ് വേ വിത്ത് ദ ക്ലൗഡ്സ്, ദൈവത്തിന്റെ ലെവലും ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ എക്സ്പെക്ടേഷനും ഇഫ് യു ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ക്ലൗഡ്സ്, മനുഷ്യന്റെ അവസ്ഥ ഇഫ് യു ആർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഇൻ ദ വേൾഡ്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വീടുണ്ട്, അതൊരു ചെറിയ സ്ട്രക്ചർ. ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഉണ്ട്, അത് കുറച്ചുകൂടെ വലുതാ. മൗണ്ട് എവറസ്റ്റ് ഉണ്ട്, അത് അതിനേക്കാളും വലുതാ. സോ വെൻ വി ആസ് ഹ്യൂമൻസ് സിറ്റ് ഹിയർ ആൻഡ് ലുക്ക് അറ്റ് the size of a house, when I compare it with Empire State Building, and then when I look at Mount Everest, I do feel that there is a lot of difference between my level and the level of a house, and the level of Mount Everest, and the level of Empire State Building. But when God is looking from his standard, there is no one. Everyone is equally unqualified. There is only one who is qualified, that is Jesus Christ. അപ്പോ കർത്താവ് എന്താ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ, കർത്താവിന്റെ റൈച്ചസ്നെസ് നമുക്ക് തന്ന് നമ്മൾ ക്രൈസ്റ്റിനെ നമ്മൾ we are adorned with the righteousness of Christ, so that when the Lord looks at us, he doesn't see us, rather he doesn't look at our works, but he is looking at the finished work of Christ, which is the thing that he sees in us. നമ്മൾ എല്ലാവരും കുറവുള്ളവരാണ്. അപ്പൊ നമുക്ക് ചെറിയ കുറവും വലിയ കുറവായിട്ട് തോന്നും. But when the Lord sees it, we are all equally unqualified. The only person that can qualify is Jesus. And Jesus has equally qualified us. And anyone who is willing to take upon that qualification upon himself by appropriating what Jesus has already done on the cross.
that person will be deemed as qualified, not because of the works that he has done, but what Jesus has already accomplished. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് when we look at it, നമുക്ക് മാനസികമായിട്ട് എന്താ ഹോളിനെസ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാവും, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ വേ ദ ലോർഡ് ലുക്സ് അറ്റ് ഇറ്റ്. ഓക്കെ, അപ്പം സെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും all believers call themselves saints. So not because of our sainthood, but because the Lord has called us saints. കർത്താവ് നമ്മളെ അങ്ങനെ കണ്ടതുകൊണ്ട്. ഓക്കെ, ഓൾഡ് ടെസ്റ്റ്മെന്റില് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റില് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പല ലേഖനങ്ങളിൽ എഴുതുമ്പോഴത്തേക്കും ടു ദ സെയിൻസ് who are in this location, who are in this church, the saints എന്നാണ് നമ്മളെ വിളിക്കുന്നത്. അവർ തമ്മിൽ അങ്ങനെ വിളിച്ചിരുന്നത്, വിശുദ്ധന്മാരായി അവർ തമ്മിൽ കണ്ടിരുന്നത്. ഓക്കെ, സോ ഐ കം ബാക്ക് ടു ദിസ് വേഴ്സ്. ഇവിടെ ഒരു പെക്യുലർ വേഴ്സ് ഉണ്ട്, അതായത് 1 Corinthians വേഴ്സ്. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട് വരുന്ന ഭാഗത്ത് 1 Corinthians വേഴ്സ് 15 ചാപ്റ്റർ 15 വേഴ്സ് 29, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? അതായത് ഇൻ കേസ് റിസറക്ഷൻ ഇസ് നോട്ട് ദർ, what will happen to these people? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്ത്? അപ്പം ഇത് what they say is that they used to have vicarious baptism. അതായത് ആരെങ്കിലും ബാപ്റ്റിസം എടുക്കാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പകരമായിട്ട് വേറെ ആൾക്കാർ കൊരിന്ത്യ സഭയിൽ എടുക്കുമായിരുന്നു. അപ്പം what Paul is trying to say, അപ്പം റിസറക്ഷൻ ഇല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. The real reason why you are doing all this is because there is a resurrection. Okay, അടുത്ത വാക്യം, അപ്പം ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? So why we have to do all these things? അപ്പം finally what he is trying to say is that ഇങ്ങനെ ഈ resurrection ഇല്ലെങ്കിൽ there is no point. There is no point in anything that we do. There is no point in the life at all. അപ്പം finally what he is trying to say is that, I'll come to that verse, that resurrection is a reality. ഇനി 35 മുതലുള്ളത് എന്ന് പറഞ്ഞാൽ what kind of a body. അപ്പൊ റിസറക്ഷനിൽ നമ്മൾക്ക് what kind of, because that is the thing that is left for us. We are looking forward. ആദാം പാപം ചെയ്തപ്പോഴത്തേക്കും അവന്റെ ബോഡി became a death ഉള്ളൊരു ബോഡിയായി, ഡിസീസ് ഉള്ളൊരു ബോഡിയായി. ഫോർ എക്സാമ്പിൾ, some of you might look at your body and say, okay, this is the condition of my body, it is having wrinkles. ഒരു കാലത്ത് ഇരുന്നിരുന്ന പോലെ അല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. But then you are going to get a new body. Okay, and then the word of God says about that body. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. 1 Corinthians 15:35 മുതൽ it is telling about the body that we are going to get. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏത് വിധത്തിൽ ശരീരത്തോടു കൂടി വരുന്നു എന്നും ചോദിക്കും. കൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റോ വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ജീസസ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവാതെ ഇരുന്നാൽ അത് ഫലം കഴിക്കില്ലെന്ന് പറയുന്നുണ്ട്. അതേ കോണ്ടെക്സ്റ്റ് ആണ് ഇത് പറയുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സോ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ടൈപ്പ് ഓഫ് ബോഡീസ്. ഓക്കെ, സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. റൈറ്റ് നൗ വി ആർ ഇൻ എ ബോഡി ദാറ്റ് ഈസ് മെന്റ് ഫോർ കറപ്ഷൻ. ഇറ്റ് ഈസ് മെന്റ് ഫോർ ഡീകേ. ഓരോ നിമിഷവും cells are dying in our body and new cells are being born. But then അങ്ങനെയുള്ള ശരീരമല്ല. മരിച്ചവരുടെ പുനരുത്ഥാനം അങ്ങനെ തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു. We have put Denny's body in the soil, but then that is a body that which tends to decay. പക്ഷേ അപ്പൊ അതാണ് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, പക്ഷേ അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. സോ നമുക്ക് ഇതൊക്കെ നല്ല ബോഡിയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ്, ദ ഹോളി സ്പിരിറ്റ് ഇസ് സേയിങ്, ഇത് പ്രാകൃത ശരീരമാണ്.
ഒരു ആത്മീയ ശരീരമുണ്ട്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീകവും പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവൻ. അതായത് ആദാമിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആദാം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. വി വിൽ ഓൾ ബി ട്രാൻസ്ഫോം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഫ്രൂട്ട്സ്. യു ക്യാൻ സീ ആ സെക്കൻഡ് ഫ്രൂട്ട്സ് വരുന്ന എപ്പോഴാണെന്ന് നമുക്ക് കാണാം. അപ്പോഴാണ് the entire body, the believers of old, they are waiting for this. Okay, സകല സൃഷ്ടിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ വെയിറ്റിംഗ്. അവിടെ റോമലേഖനത്തിൽ പറയുന്നുണ്ട് സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ദിസ് ക്രിയേഷൻ ദാറ്റ് വി ആർ സീയിങ് വാസ് ആൻ ഇൻകറപ്റ്റബിൾ കൈൻഡ് ഓഫ് എ ക്രിയേഷൻ. പക്ഷെ മനുഷ്യന്റെ പാപം മൂലം the same decay that came into our body is reflected in the creation, in what we see around us. But they are also waiting for the revelation of the sons of God. Not only them, not only the creation, the Old Testament saints are also waiting for us, for our transformation, because that is when they will also get the new bodies. Okay? അപ്പം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. സോ ലെറ്റ് മീ എൻഡ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളത് എവിടെ? So at the end of the day, the resurrection is the greatest thing that the Lord has given to the church. There is a foundation upon which our hope is there, and therefore what the word is very clear is what we see. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. നമ്മുടെ soul is getting renewed. As far as the Old Testament saints are concerned, their soul is perfectly renewed. Then his soul is perfectly renewed, but he yet doesn't have his perfect body, and that will only happen as a second fruits. Okay, and when that happens, death doesn't have any hold on us. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ നെക്സ്റ്റ് വേഴ്സ് പറയുന്നുണ്ട്, അവസാനത്തെ എനിമി ആയിട്ട് death will go away. There won't be any more death. But this is the great hope that we have, and because of this great hope, we will not be ashamed. We will not be sad. We will not, because നമുക്ക് സാഡ്നെസ് ഉണ്ട്. ഡെന്നി നമ്മുടെ അടുത്തുനിന്ന് പോയതിൽ നമുക്ക് മാനസികമായിട്ട് നമുക്ക് സാഡ്നെസ് ഉണ്ട്. ബട്ട് വി നോ വാട്ട് ദ വേർഡ് സേസ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനത്തിൽ ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഈ വചനത്തിലെ ഒരു വള്ളിയും പുള്ളിയും മാറത്തില്ല എന്ന് പറഞ്ഞ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും മാറത്തില്ലെന്ന് പറയാൻ കാര്യം, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. റെവലേഷനിൽ 21 കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടെന്നാ പറയുന്നത്. ഇനിയും സമുദ്രമില്ല. സോ ദർ ഇസ് ഗോയിങ് ടു ബി എ ന്യൂ ഹെവൻ ആൻഡ് എ ന്യൂ എർത്ത്. എന്നാലും ഈ എലമെന്റ്സ് എല്ലാം മാറിപ്പോയാലും വാട്ട് ഇസ് റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് വിൽ നോട്ട് ചേഞ്ച്. ദാറ്റ് ഇസ് അവർ ഹോപ്പ്, അവർ സാൽവേഷൻ. സോ ഐ ആം എൻഡിങ് വാട്ട് ഐ വാണ്ടഡ് ടു സേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. Otherwise, you can mail me, you can WhatsApp me, SMS me, or whatever. And if anything, there is some chat. Second Adam is Jesus, yes. First Adam is Adam. Second Adam is Jesus, yes.
ഡൂബി എന്തെങ്കിലും പറയാൻ, എനിത്തിങ് ദാറ്റ് യു വാണ്ടഡ് ടു സേ ഫ്രം ദ ഫാമിലി സൈഡ്? റൈച്ചസ്നെസ്സിനെ പറ്റി കുറച്ചും കൂടെ ഒന്ന് സംസാരിക്കാമെങ്കിൽ നല്ലതായിരുന്നു. നമ്മള് ഒരു കള്ളനെ കുറിച്ച് കാണുന്നുണ്ട്, കുരിശിലുള്ള കള്ളൻ. അപ്പം അവൻ തെറ്റ് ചെയ്ത് മർഡർ ഡിസർവ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഹി ഈസ് ദർ ഓൺ ദ ക്രോസ്. അപ്പൊ അതുകൊണ്ട് അവൻ പറയുന്നു വി ഡിസേർവ്ഡ് ദ ക്രോസ്, ബട്ട് ഇവൻ ഡിസർവ് ചെയ്യുന്നില്ലെന്ന് യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്. ആൻഡ് ദ ലോർഡ് സേസ് ടെൽസ് ഹിം ദാറ്റ് ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്ത് അതായത് കർത്താവ് യോനയുടെ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട് യോനയുടെ വയറ്റിൽ യോന തിമിംഗലത്തിന്റെ വയറ്റിൽ 3 ദിവസം ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ അടിയിൽ 3 ദിവസം ഇരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോഹയുടെ കാലത്ത് തെറ്റ് ചെയ്തവരോട് അവൻ സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് അതുപോലെ അപ്പൊ പാതാളം എന്ന് പറയുന്നത് അതിന്റെ ഇംഗ്ലീഷില് പാരഡൈസ് എന്നാണ്. ഓക്കെ, അബ്രഹാമിന്റെ മടിയെന്ന് പറയും. അതിനെക്കുറിച്ച് നമ്മൾ ജീസസ് ലൂക്കിൽ പറയുന്നുണ്ട്, ലാസറും ധനവാന്റെയും കോണ്ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊരു പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ കർത്താവ് ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസിനെ പാതാളത്തിൽ പോയി, അത് പാരഡൈസിൽ പോയിട്ട് അവരെ വിളിച്ചോണ്ട് സ്വർഗത്തിലോട്ട് പോകുന്നതിന്റെ ഇടയിൽ പുള്ളി ഇടയ്ക്ക് ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട്, ഡേവിഡും പ്രോഫറ്റ്സും എല്ലാരും ഉണ്ട്. അപ്പൊ അവര് നോക്കുമ്പോൾ യേശു പറയാ ഒന്ന് വെയിറ്റ് ചെയ്യും, എനിക്ക് ഒരാളെ കാണാനുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് അത്യാവശ്യം കണ്ടിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം. അപ്പൊ അവര് പറഞ്ഞ അവര് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അവര് വിചാരിച്ചു എന്തെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ യേശു അങ്ങനെ പറയത്തില്ലല്ലോ. ഇത്രയും ഞങ്ങളെല്ലാരും കൂടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് എല്ലാരും കൂടെ മോശയും എല്ലാരും കൂടെ സ്വർഗത്തിലോട്ട് പിതാവിന്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഇരിക്കുക, അതിന്റെ ഇടയില. അപ്പോഴത്തേക്കും അവിടെ നമ്മൾ കാണുന്നത് ജോൺ 20:17 അതിന്റെ ഇടയിൽ ഹീസ് വെയിറ്റിംഗ് ടു മീറ്റ് മേരി. അപ്പം മേരിയെ കാണാൻ വേണ്ടിയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് സെയിൻസ് വുഡ് ഹാവ് വണ്ടേർഡ്, ഇത്രയും ഞങ്ങളെല്ലാരും കൂടെ വന്നിട്ട് ഈ വ്യക്തിയെ കാണാൻ വേണ്ടിയാണോ ജീസസ് ഞങ്ങളെല്ലാം കൂടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്? ബട്ട് ദാറ്റ് ഇസ് ദ മൈൻഡ് ഓഫ് ജീസസ്. വേറൊരിടത്ത് പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുന്ന ആൾക്കാരെ കുറിച്ചും വൈകിട്ട് 1 മണിക്കൂർ മാത്രം അധ്വാനിക്കുന്ന ആൾക്കാരെ കുറിച്ചും 2 പേർക്കും കർത്താവ് ഒരേപോലെ പ്രതിഫലം കൊടുത്തു. അപ്പോഴത്തേക്കും രാവിലെ പകൽ മുഴുവൻ അധ്വാനിച്ച ആൾക്കാർ ചോദിച്ചു, കർത്താവേ, ഇസ് ഇറ്റ് ദിസ് ഇൻജസ്റ്റിസ്? ഓക്കെ, ഇത് ശരിയാണോ? ഞങ്ങൾ രാവിലെ മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങള് വെയിൽ മുഴുവൻ കൊണ്ടു, പക്ഷേ ഇവിടെ ലാസ്റ്റ് 1 മണിക്കൂർ വർക്ക് ചെയ്ത ആൾക്ക് ഞങ്ങൾക്കും ഒരേപോലെ പ്രതിഫലം കിട്ടിയിരിക്കുന്നു. എന്നിട്ട് വാട്ട് ജീസസ് is saying is that, see, it is up to me, I am giving it freely. ഓക്കെ, അപ്പൊ നമുക്ക് പലപ്പോഴും ഈ കർത്താവിന്റെ ആ ലിബറൽ വ്യൂ പോയിന്റിന് അല്ലെങ്കിൽ ആ ഹാർട്ട് ഓഫ് ഗോഡിനെ നമുക്ക് പലപ്പോഴും മനസ്സിലാവാൻ പറ്റത്തില്ല. ഒരു മർഡറിന്റെ അടുത്ത് കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോഴത്തേക്ക് എന്നെ ഓർക്കണമേ എന്ന് ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലിരിക്കുന്നു. We are not able to digest that. The Old Testament saints would not have been able to understand how come he is on the way, while going with all of them to meet the Father. He wants to wait to meet Mary just to reassure her. അപ്പം അതാണ് കർത്താവിന്റെ ഹൃദയം. അത് നമുക്ക് so it is up to him. He is a judge, and if the judge decides, വേറെ എത്ര നമ്മള് അങ്ങനെയാണല്ലോ, അതായത് ഒരു ജഡ്ജ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വേറെ ആര് എന്ത് തീരുമാനിച്ചാലും അതിൽ ഒരു കാര്യവുമില്ല. The judge has declared a person righteous. You don't have an option. There is a reality of it. So I have finished my ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്തു. ഇനിയും നമുക്ക് എന്തെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച്. Father, thank you for helping us to hear from the word through Aju, and for all of us to discuss. And thank you, Father, for your mighty plan in Jesus. Thank you, Jesus, for being our good shepherd, being the way, and leading us back to your Father.
And along the way, taking our sins, our shame, our guilt, our failures in your body on the cross, becoming our perfect sacrificial lamb without any blemish, and giving us your righteousness in return. Lord Jesus, thank you. Thank you for your righteousness that gives us the boldness to go before your Father. Thank you for giving us the privilege to call you Father Abba. Thank you, Abba, for receiving us into your loving arms and blessing us in the heavenly realms with every spiritual blessing in Christ Jesus. Thank you, Jesus, for being our everything. Thank you for being our peace, our wisdom, our righteousness, our holiness, our redemption. Help each one of us to come closer to you and to understand what you really did for us on the cross. Thank you, Father, for loving us first. Be with us, Lord, at this time as we close. Let your grace, your peace, your comfort be with each one of us, especially Hans Arjun, Annie Mama, Doobie, Aju, and the children, Lord. Father, we ask everything in Jesus' precious name. Amen. May the love of God the Father, the grace of our Lord Jesus, the loving fellowship of the Holy Spirit be with all the Kannadigal family members throughout the world, wherever they are. In Jesus' name, amen.